ജനിതക വൈകല്യങ്ങൾ പേറുന്ന കാസർഗോഡ് ഗ്രാമങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് പെയ്തൊഴിയാത്ത വലിയൊരു മാരകമായ രോഗത്തിൻ്റെ ബാക്കി പത്രങ്ങൾ ഇന്നും പല ഭാഗങ്ങളായി ജീവിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. കാര്യം നമ്മുടെ കാസർഗോട്ട്, ഞാനടക്കമുള്ള കാസർഗോട്ടുകാർക്ക് ഒരുപാട് അവകാശ നിഷേധങ്ങളാണ് കാലഘട്ടങ്ങളായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരുപാട് കാര്യങ്ങൾ, ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, പേരിനൊരു കോളേജ് കിട്ടിയെന്നല്ലാതെ അതിന്നും ശൈശവാവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. നല്ല എഞ്ചിനീയറിംഗ് കോളേജുകൾ, അല്ലെങ്കിൽ ജേർണലിസം പഠിപ്പിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങളും, സ്പോർട്സ് അക്കാഡമികൾ, അങ്ങനെ നീണ്ടു പോകും ആ ഒരു രേഖ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ. മാത്രമല്ല, ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കണ്ട് വളർന്ന, അല്ലെങ്കിൽ ഇന്നും നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോകുന്ന എൻഡോസൾഫാൻ്റെ ദുരിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശരിക്കും ഒരുപാട് കാലങ്ങളായിട്ട് അതിൻ്റെ പലതരത്തിലുള്ള പഠനങ്ങളും പലതരത്തിലുള്ള അവതരണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എങ്കിലും അതിൻ്റെ യഥാർത്ഥ വിക്ടിംസ് ഇന്നും കണ്ണീര് പേറി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം ഒരു 1950-കളോടെയാണ് ഈ എൻഡോസൾഫാൻ എന്ന കീടനാശിനി കണ്ടുപിടിച്ചു തുടങ്ങുന്നത്. ഏകദേശം 50-54 അന്നത്തെ കാർഷിക വിപ്ലവവും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു 54 US പല കാർഷിക മേഖലകളിലും എൻഡോസൾഫാൻ ഇങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ അടിച്ചും ഉപയോഗിച്ചും തുടങ്ങി. അതിനുശേഷം ഒരു 54 കഴിഞ്ഞതിന് ശേഷമാണ് കാസർഗോഡിലേക്ക് ഏകദേശം 970 ഓടുകൂടിയാണെന്ന് തോന്നുന്നു ഒരു കാസർഗോഡത്തെ പല മേഖലകൾ, അതായത് കശുമാവിൻ തോട്ടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ എൻഡോസൾഫാൻ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോഴൊന്നും ശരിക്കും അതിൻ്റെ എന്താണോ വ്യക്തമായിട്ട് ആ കീടനാശിനിയുടെ ഭവിഷ്യത്തുകളെന്ന് ആർക്കും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ആർക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല. ഏകദേശം 976 ഇത് വ്യാപകമായിട്ട് അടിച്ചു തുടങ്ങി. വർഷത്തിൽ ഒരിക്കലൊക്കെ കീടനാശിനി തളിച്ചിരുന്ന സമയത്ത് പിന്നീട് ഹെലികോപ്റ്റർ വഴിയൊക്കെ വർഷത്തിൽ 3-4 തവണകൾ നിരന്തരമായിട്ടിങ്ങനെ അടിച്ചു തുടങ്ങി കശുമാവിൻ തോട്ടങ്ങൾ. അന്നത്തെ സാഹചര്യങ്ങൾ ഏതൊരു കീടനാശിനി ഉപയോഗിക്കുമ്പോഴും വെള്ളത്തിൻ്റെ സ്രോതസ്സ്, മണ്ണിലേക്കുള്ള നേരിട്ടുള്ള വെള്ളത്തിൻ്റെ, പ്രത്യേകിച്ചും വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ അടച്ചു സൂക്ഷിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത് തന്നെ. അപ്പോൾ വ്യാപകമായി ഹെലികോപ്റ്ററും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഇത് അടിച്ചു തുടങ്ങുമ്പോൾ അവിടുത്തെ കിണറുകൾ, പുഴകൾ, ചെറിയ അരുവികൾ ഒക്കെയും മലിനമായി തുടങ്ങി. അങ്ങനെ ക്രമേണ അവിടുത്തെ മണ്ണും ജലവും ഒക്കെയും മലിനമായി തുടങ്ങി. അന്ന് ഏകദേശം ഒരു 7-8 പഞ്ചായത്തുകളിൽ ശക്തമായിട്ട് ഇതിൻ്റെ സംഭവങ്ങൾ കണ്ടു തുടങ്ങി. പനത്തടി, കുമ്പടാജ, എൺമകജ്, ബദിയെടുക്ക, അതേപോലെ തന്നെ കാറെടുക്ക തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ ഇതിൻ്റെ ഒരുപാട് ലക്ഷണങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അന്നേ സമയത്ത് ഏകദേശം അപ്പോഴേക്കും 2000-ഓളം ആയി. 2000-ത്തിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു വർഷത്ത് അന്നത്തെ ഒരു കന്നഡ പത്രമായ ജനവാഹിനി ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം കാസർഗോഡ് ജില്ലയിലെ പല ഭാഗത്തും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു കന്നഡ പത്രമാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് ദേശീയ തലത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെയും ഇതിൻ്റെ ഭീകരതയും അതിൻ്റെ വിക്ടിംസിനും ഒക്കെയുള്ള പലതരത്തിലുള്ള ലേഖനങ്ങളും പഠനങ്ങളും ഒക്കെ വന്നു തുടങ്ങുന്നത് ഒരു 2000 അപ്പോഴേക്കും ആ ഭാഗത്തുള്ള മണ്ണും ജലവും ഒക്കെ മലിനമായി കഴിഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് എൻഡോസൾഫാനെ കുറിച്ച് ഒരുപാട് പഠനങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നു തുടങ്ങി. 2001 ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പഠനത്തിൽ അവിടുത്തെ മണ്ണിലും അവിടുത്തെ ജലത്തിലും മനുഷ്യരക്തത്തിലും മുലപ്പാലിലും പോലും വളരെ ശക്തമായ ഉയർന്ന തോതിലുള്ള എൻഡോസൾഫാൻ്റെ അംശങ്ങൾ കണ്ടെത്തി തുടങ്ങി.
അതോടുകൂടി എൻഡോസൾഫാൻ്റെ ഭീകരത എന്താണെന്നും ഇതിൻ്റെ ബാക്കി പത്രം എന്താണെന്നുള്ളത് ജനങ്ങൾ, നാട്ടുകാർ ഒക്കെ മനസ്സിലാക്കി തുടങ്ങുന്നത്, അല്ല എങ്കിൽ എൻഡോസൾഫാൻ എന്ന് പേര് തന്നെ അന്ന് കേട്ടു തുടങ്ങുന്നത് ഈ ഒരു സമയങ്ങൾ കൂടിയാണ്. 1978 കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഈ കശുമാവിൻ തോട്ടങ്ങളൊക്കെ ഏറ്റെടുക്കുകയും പിന്നീട് അങ്ങോട്ട് കീടനാശിനിയുടെ ശക്തമായ പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് കണ്ടു തുടങ്ങി. പിന്നീട് ചുരുങ്ങിയ വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഭാഗത്തൊക്കെയുള്ള പശുക്കളിലൊക്കെ വൈകല്യങ്ങളുള്ള പശുക്കിടാങ്ങൾ ജനിക്കാൻ തുടങ്ങി. അവിടുത്തെ പുഴകളിലൊക്കെയുള്ള മീനുകൾ അപ്രത്യക്ഷമായി തുടങ്ങി. ആ ഭാഗത്തൊക്കെ ഒരുപാട് തേനീച്ച കൃഷികളും മറ്റും ഒക്കെ ഉണ്ടായിരുന്ന ആ ഭാഗത്ത് പലരും അന്നത് പല വാർത്താമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തേനീച്ച കൃഷിയൊക്കെ ഉണ്ടായിരുന്നത് ഒരു തേനീച്ച പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. ക്രമേണ 25 വയസ്സിന് താഴെയുള്ള ആൾക്കാരുകളിൽ പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ, അതുപോലത്തെ പുതിയ പുതിയ രോഗങ്ങൾ കണ്ടു തുടങ്ങി. ആ ഭാഗത്ത് അന്ന് ക്ലിനിക്കും ആശുപത്രിയിലും ഉണ്ടായിരുന്ന ഡോക്ടർ YS മോഹൻകുമാർ എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക ഡോക്ടർ ഇത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. കാര്യം പലതരത്തിലുള്ള പുതിയ പുതിയ രോഗങ്ങളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ഭീകരമായ ഒരു സംഭവത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് ആദ്യമായി അതിനൊരു ഒരു പഠനം അല്ലെങ്കിൽ അതൊരു തിരിച്ചറിവ് കൊണ്ടുവന്നത് അന്നത്തെ ഡോക്ടറായിരുന്നു. പിന്നീട് കൃഷി വകുപ്പിൽ നിന്നും അഗ്രികൾച്ചർ അസിസ്റ്റൻ്റായി വിരമിച്ച ലീലാകുമാരി അമ്മയാണ് എൻഡോസൾഫാൻ്റെ ഭീകരതയും മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്തിയും കൊണ്ട് ഹൊസ്തൂർ മുനിസിപ്പൽ കോടതിയെ സമീപിക്കുന്നത്. 2001 ലീലാകുമാരി അമ്മ സമർപ്പിച്ച ഈ പരാതിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഹൊസ്തൂർഗ് മുനിസിപ്പൽ കോടതി വിധി പ്രസ്താവിച്ചു. താൽക്കാലികമായി എൻഡോസൾഫാൻ പ്രയോഗിക്കുന്നതും അതിനുശേഷം താൽക്കാലികമായി ആകാശത്തിലൂടെയുള്ള ഹെലികോപ്റ്റർ വഴി ഉള്ള എൻഡോസൾഫാൻ തളിക്കുന്നതിന് ഒരു താൽക്കാലിക നിരോധനം ആ ഒരു വഴി അവർ നേടിയെടുക്കുകയുമുണ്ടായി. 2003 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിധി ശരിവെക്കുകയും സ്ഥിരം നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം 2006 ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ ഗവൺമെൻറ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി എൻഡോസൾഫാൻ്റെ പരിപൂർണമായ എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വവും ഭരണകൂടത്തിനാണ് എന്ന് തുറന്ന് സമ്മതിക്കുകയും പറയുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഈ അടുത്ത കാലത്തും വരെ 2021 ഒക്ടോബറിൽ വരെയും കുത്തിയിരുന്ന് സെക്രട്ടേറിയറ്റിലൊക്കെ പോയി സമരം ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ആരെ നമ്മൾക്ക് കുറ്റം പറയാൻ ആവും ഈ അവസ്ഥയിലെന്ന് പറയാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും അതിൻ്റെ വിക്ടിംസ് ഇന്നും ജീവിച്ചു പോകുന്നു. അവർക്ക് കിട്ടുന്ന ചെറിയ സാമ്പത്തിക സഹായങ്ങൾ മാത്രമാണ് ഇന്നും, അത് പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചെറിയ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 1000 രൂപയുടെ അകത്താണ് അവർക്കൊരു സാമ്പത്തിക സഹായം പോലെ ലഭിക്കുന്നത്. നമ്മൾക്കറിയാം, ഒരു 1000 രൂപ ഇന്നത്തെ കാലത്ത് കിട്ടിയാൽ അതിലെന്തൊക്കെ നടക്കും എന്നുള്ളത്. ശരിക്കും നമ്മൾക്ക് മരുഭൂമിയിൽ പെയ്യുന്ന ഒരു മഴ പോലെ അപൂർവമായിട്ട് നമ്മൾക്ക് കിട്ടിയതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിൽ കേരള ഭാഗത്തുള്ള മെഡിക്കൽ കോളേജിൻ്റെ ഇന്നും നമ്മൾക്ക് നോക്കിയാൽ അറിയാം അവിടുത്തെ സൗകര്യങ്ങൾ എന്താണ് എന്നുള്ളത്. ഇന്നും പരിപൂർണമായ നിലയിൽ അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത്, ശൈശവാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെർളത്തെ ആൾക്കാർക്കെങ്കിൽ ആ ചുറ്റുപാടുള്ള എൺമകജ ഭാഗത്തുണ്ടായിരുന്ന അത്രയും ഒരുപാട് ആൾക്കാർ എൻഡോസൾഫാൻ്റെ വിക്ടിംസ് നിലനിൽക്കുന്ന നമ്മുടെ കാസർഗോഡിനെ അവകാശപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് വ്യക്തമായ ചികിത്സ കൊടുക്കേണ്ട വിക്ടിംസിന് പോകേണ്ടി വരുന്നത് മംഗലാപുരവും പരിയാരവും ഒക്കെയുള്ള ആശുപത്രികളിലേക്കാണ്. അപ്പോഴും നമുക്കറിയാം സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത പാവപ്പെട്ട ആൾക്കാർ മാംഗ്ലൂറും ബാംഗ്ലൂറും തിരുവനന്തപുരമൊക്കെ പോയി നമ്മുടെ കുട്ടികളെ ചികിത്സിക്കാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി അവർക്കില്ല എന്നുള്ളതാണ്. 2017 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ വിക്ടിംസിന് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപയുടെ
ധനസഹായവും അതോടുകൂടെ തന്നെ ആജീവനാന്തം അവർക്കുള്ള ചികിത്സയും നൽകണമെന്നുള്ളത്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം ഇവിടെ പാലിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യകരമായ രീതിയിൽ അത് നടത്തിപ്പോകുന്നു എന്നുള്ളതിൽ നമ്മൾക്ക് അത് കണ്ടു തന്നെ അറിയാൻ പറ്റും. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ട് വളരുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ നമ്മുടെ മിഷൻ കാസർഗോഡ് അങ്ങനെ ഒരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ ഇനിയെങ്കിലും നമ്മളെ ചെറുപ്പക്കാരെങ്കിലും ഇതിനു മുമ്പോട്ട് ഇറങ്ങി വരണം. ഇതുപോലൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിച്ചപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നേരിട്ടുള്ള കുടുംബങ്ങളിൽ അതില്ലാത്തത് കൊണ്ട് അതിൻ്റെ വേദന നമ്മൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട നമ്മുടെ മജിഷ്യൻ ഗോപിനാട് മുതുകാട് കാസർഗോഡ് വന്നപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടതിൻ്റെ അദ്ദേഹം വളരെ വികാരാതീതമായിട്ട് പറയുന്ന ഒരു ക്ലിപ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിലൊരു ഒരു ഒരു കുട്ടിയുടെ ഒരു അമ്മ, അദ്ദേഹം പറയുന്ന വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രാവശ്യം ഒരു അമ്മയോട് മകൻ ഫുഡിന് വേണ്ടി ചോദിക്കുന്നുണ്ട്, ഫുഡ് വേണമെന്നുള്ളത്. അപ്പോൾ പരിപാടി കഴിഞ്ഞ് നേരെ മജിഷ്യൻ പോയി ചോദിക്കുന്നത്, എന്താ അമ്മ കുറേ നേരമായിട്ട് നിങ്ങൾ ഫുഡ് ചോദിക്കുന്നുണ്ടല്ലോ മോൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഫുഡ് കൊടുക്കാത്തത് എന്നുള്ളത്. അപ്പോൾ അതിന് അദ്ദേഹത്തിനോട് ആ അമ്മ പറയുന്ന ഒരു വളരെ വേദനിപ്പിക്കുന്ന, കരളലിയിക്കുന്ന ഒരു വാക്കുണ്ട്. അതായത്, സാറേ, എൻ്റെ മോന് വായിൽ ഭക്ഷണം വെച്ചു കൊടുത്താൽ അത് ചവച്ച് ഇറക്കണം എന്നുള്ളത് അവനറിയില്ല. ഞാൻ എൻ്റെ വായി കൊണ്ട് ചവച്ചരച്ച ശേഷമാണ് എൻ്റെ മോൻ്റെ വായിലേക്ക് അത് വെച്ചു കൊടുക്കണം എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ ആൾക്കാരുടെ, നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയും സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വ്യക്തമായ ഒരു പുനരധിവാസം, അല്ലെങ്കിൽ അവരുടെ ഒരു സമാന്തര ആരോഗ്യസ്ഥിതി കൊടുക്കാനുള്ള ഒരു സ്ഥിതിവിശേഷങ്ങൾ, അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഇവിടെ ഇലക്ഷനുകൾ വന്നു പോകുന്നുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനും MP ഇലക്ഷനും MLA ഇലക്ഷനും ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും പഞ്ചായത്തിലേക്കും ജില്ലയിലൊക്കെ ബ്ലോക്കിലേക്കൊക്കെ നമ്മളെ സേവിക്കാൻ വേണ്ടി ഒരുപാട് ജനങ്ങളെ പറഞ്ഞയക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം നമ്മൾ എൻഡോസൾഫാൻ്റെ വിക്ടിംസിന് വേണ്ടി ആരൊക്കെ ശബ്ദിച്ചിട്ടുണ്ട്, അതിന് എത്രമാത്രം അതിൻ്റെ റിസൾട്ട് നമ്മളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഇതുപോലെയുള്ള മാനസിക വൈകല്യമുള്ള, ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരോടൊപ്പം തന്നെ ആ രക്ഷിതാക്കൾക്കും കൂടിയാണ് ആ രോഗം ബാധിക്കുന്നത്. കാര്യം, അവരെ തനിച്ചാക്കി എവിടെ പോകാനോ ഒന്ന് കൊണ്ടുപോകാനോ മറ്റൊരു സാഹചര്യത്തിലും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം അവരും കൂടിയാണ് ആ തടവിലാക്കപ്പെടുന്നത്. അപ്പോൾ അവർക്കുള്ള കൗൺസിലിംഗ്, മാനസികമായിട്ടുള്ള സന്തോഷം, അറ്റ്ലീസ്റ്റ് നമുക്ക് മാനസികമായിട്ട് സന്തോഷം കൊടുക്കാനെങ്കിലും സാധിക്കണം. ഒരുപക്ഷെ അതിന് പകരം നമ്മൾക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല, സമ്പത്ത് കൊണ്ടും മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ആ കണ്ണീര് നമ്മൾക്ക് തുടക്കാൻ പറ്റില്ല എങ്കിലും ഒരു പരിധിവരെ സാമ്പത്തിക പരിരക്ഷയെങ്കിലും നമ്മൾക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും എൻ്റെ ഒരു അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പലപ്പോഴും ഇത് അന്വേഷിച്ചപ്പോഴും അതിൻ്റെ വിക്ടിംസിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്, ഇന്നും അത് അനുഭവിച്ച് അതിൻ്റെ വേദനകൾ കടിച്ചു തിന്ന് ജീവിക്കുന്നവരുണ്ട്. ചില മക്കൾ, ഞാൻ ചില വീടുകൾ സന്ദർശിച്ചപ്പോൾ കണ്ടത്, എല്ലുകൾ തനിയെ പൊട്ടിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് പറയാൻ പറ്റുന്നില്ല, വേദന എന്താണ് സംഭവിക്കുന്നതെന്ന് ആ കുട്ടികൾക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ രക്ഷിതാക്കൾ പറയുന്നത്, എല്ല് പൊട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നത് 2 ദിവസം കഴിഞ്ഞ് കാലോ കയ്യോ ഇങ്ങനെ വിറങ്ങലിച്ച് അല്ലെങ്കിൽ വീർത്ത് വരുമ്പോഴാണ് അറിയുന്നത് എല്ല് അകത്ത് സ്വാഭാവികമായി പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്നത്. അത്രയ്ക്കും ഭീകരമായിരുന്നു എൻഡോസൾഫാൻ്റെ. ഒരുപക്ഷെ എൻഡോസൾഫാനിന് പിന്നീട് വന്ന ഒരുപാട് പഠനങ്ങളിൽ അതിനെ വിമർശിക്കുകയും എതിർക്കുകയും പല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയൊരു പക്ഷേ ഇതിൻ്റെ അല്ലെങ്കിൽ കൂടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജനങ്ങളെ, നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് കിട്ടേണ്ട കിട്ടേണ്ട ഒരു ധാർമ്മിക അവകാശങ്ങൾ, അല്ല ജീവിക്കാനുള്ള മൗലിക സാഹചര്യങ്ങൾ പോലും ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിനൊക്കെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടത് നമ്മളെ ഭരണകൂടവും, അല്ലെങ്കിൽ അവരെ പുനരധിവാസിപ്പിക്കാനുള്ള പല മേഖലകളിലൂടെ ചെയ്തുകൊണ്ട് അവരെയും ഒരു സമാന്തരമായ ജീവിത നിലവാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത്. കാര്യം, നമ്മൾ പലപ്പോഴും അവകാശപ്പെടുന്നത് നമ്മൾ ഒരുപാട് അഭ്യസ്തവിദ്യരാണ് എന്നുള്ളതാണ്. എന്നാലും നമ്മളിൽ
കണ്ടു എന്നാൽ കാണ്ടില്ല എന്ന് പറയപ്പെടുന്ന ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഒരിക്കലും പരിപൂർണരല്ല എന്നുള്ളതാണ്. അപ്പം ഇന്നും ഈ എൻഡോസൾഫാൻ്റെ വിക്ടിംസിന് അവർ സമരം ചെയ്തും കരഞ്ഞും വിഷമിച്ചും ജീവിതങ്ങൾ തീർത്തുപോയ എത്രയോ ആൾക്കാരാണ് നമ്മളെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി അവർക്ക് പറ്റുന്നില്ല, ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഈ വിക്ടിംസിൻ്റെ രക്ഷിതാക്കൾ കുട്ടികളെയും മറ്റും കൊണ്ടുപോയി സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ മടുത്തുപോയി, ജീവിതം മടുത്ത് അങ്ങേയറ്റം നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ എൻഡോസൾഫാൻ്റെ ഒരു സെല്ലൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അന്ന് അറിയാൻ സാധിച്ചത്. പക്ഷേ ആ സെല്ലുകളൊക്കെ എത്രമാത്രം പ്രാവർത്തികമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ട് ഇന്ന് നടക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ മറുപടി നമുക്ക് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും ശക്തമായ ഒരുപാട് അവകാശങ്ങൾ, മീൻസ് പ്രത്യേകിച്ചും എൻഡോസൾഫാൻ്റെ ഈ വിക്ടിംസ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ, നമ്മുടെ കാസർഗോഡിൽ, നമ്മുടെ പെർളത്ത് വന്ന നമ്മുടെ മെഡിക്കൽ കോളേജിനെങ്കിലും എല്ലാ സൗകര്യങ്ങളും കൂടി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ എൻഡോസൾഫാൻ്റെ വിക്ടിംസിനെങ്കിലും പുനരധിവസിപ്പിക്കാനുള്ള സൗകര്യങ്ങളെങ്കിലും ബഹുമാനപ്പെട്ട ഭരണകൂടങ്ങൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ടെങ്കിലും ചെയ്തു കൊടുക്കണം. കാര്യം അവരുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും നാമ്പ് പോലെയുള്ള ഒരു കുഞ്ഞു സന്തോഷങ്ങൾ പോലും എത്രയോ ഓണങ്ങളും പെരുന്നാളുകളും ക്രിസ്മസുകളും ഒക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഈ കുടുംബത്തിലെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെയും ഒരു നാമ്പിൻ്റെ സന്തോഷം പോലും ഇത്രയും കാലഘട്ടത്തിൻ്റെ ഇടയിൽ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ മാത്രമല്ല, ഈ എൻഡോസൾഫാൻ ബാധിച്ചവരിൽ തന്നെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ശ്രുതി എന്നോ പേരുള്ള ഒരു കുട്ടി, അന്ന് ഏകദേശം ഒരു 10-12 വർഷം മുമ്പെന്ന് തോന്നുന്നുണ്ട്, കർണാടക സർക്കാരിൻ്റെ ഹോമിയോ വിഭാഗത്തിൽ നല്ല റാങ്കോടുകൂടി അവസരം കിട്ടി. ഒരു പക്ഷേ ആ കുട്ടി ഇന്ന് ഒരു ഹോമിയോ ഡോക്ടറൊക്കെ ആയിട്ടിരിക്കാം, ബെസ്റ്റ് ഓഫ് ലക്ക്. എന്നാലും അത് പറയുന്ന അവിടെ മാനസികമായ ചില ആ കുട്ടിക്കുണ്ടായിരുന്നത് ശാരീരിക വൈകല്യങ്ങളായിരുന്നു. എന്നാലും അതിനോടൊക്കെ പടവെട്ടി വിജയിച്ചൊരു ഡോക്ടറായിട്ട് വരെ എൻഡോസൾഫാൻ്റെ വിക്ടിംസ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ജനങ്ങൾ, അവരും സാമാന്യ ചിന്തിക്കാൻ ശേഷിയുള്ള എൻഡോസൾഫാൻ്റെ വിക്ടിംസും കൂടി ഇതിലുണ്ടാകുമ്പോൾ സാധാരണക്കാരെ പോലെ മറ്റ് നമ്മളെ പോലെയൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഇല്ലാതെ വരുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മൾക്ക് ആ വിക്ടിംസിന് വേണ്ടി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിച്ചാൽ അത് തന്നെയായിരിക്കും ഒരു പക്ഷേ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം എന്നുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ എൻഡോസൾഫാനിനെ, അതിൻ്റെ വിക്ടിംസിന് വേണ്ട അവകാശങ്ങൾ കിട്ടുന്നുണ്ടോ എന്നും അതിനെ കൊടുക്കാനും അതിന് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും പരമാവധി അത് ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ കണിക മുമ്പിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്.